നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെറുതെ നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത്. നിയമം സംരക്ഷിക്കേണ്ടവർ നോക്കുകുത്തികളായി നിന്നാൽ ചിലപ്പോ സാധാരണക്കാർക്ക് ഇടപെടേണ്ടി വരും. നിന്റെ ഈ ഹീറോയിസം കാണിക്കലൊക്കെ പാവം നാട്ടുകാരുടെ അടുത്ത് മതി. ഇവിടെ ഇറക്കിയ നീ വിവരം അറിയും. പോലീസുകാരുടെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. മാഡം, എന്റെ അനിയത്തിയെ നിങ്ങൾ തല്ലിയതിന്റെ ഒരു കണക്ക് ബാക്കിയുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ വായി തോന്നി ഓരോന്ന് പറഞ്ഞ് കിട്ടാനുള്ളതിന്റെ എണ്ണം കൂട്ടരുത്. നീ പോലീസുകാർക്കിട്ട് പണിയോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഫ്രാൻസിസ് സാറേ, ഞാൻ പോലീസുകാരെ തല്ലൂന്ന മാഡത്തിന്റെ സംശയം. സമയം കിട്ടുമ്പോ മാഡത്തിന്റെ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു കൊടുത്തേക്ക്. ഈ നാട്ടിലെ മാഡം പുതുതായിട്ടല്ലേ, ഈ നാട്ടുകാരെ വേണ്ടത്ര അറിയില്ലായിരിക്കും. മോള് പേടിക്കണ്ട, കോടതിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവൾക്ക് വല്ല ചതവോ ഒടുവോ സംഭവിച്ചിട്ട് അത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ കോടതി വിശ്വസിക്കും. എന്നാ ഞാൻ വിശ്വസിക്കില്ല. അതിന് ഉത്തരവാദി ആരാണെങ്കിലും ഞാൻ തല്ലും, വീട്ടിൽ കയറി തല്ലും. ഇത് ഗിരിയാ പറയുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ പോലീസുകാരി എന്നെ നന്നായി തല്ലിയമ്മ. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മോളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഉപദ്രവിച്ചു. എന്നിട്ടും ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ആര് പറഞ്ഞു ആരുമില്ലാന്ന്? ചോദിക്കാനും പറയാനും ആളുകൾ ഉള്ളതുകൊണ്ടാ ഇവള് പുറത്തിറങ്ങിയത്. ഇല്ലെങ്കിലേ ജയിലിലേക്ക് പോയേണ്ടി വന്നേനെ. നമസ്കാരം സ്വപ്ന മേഡം. ചേച്ചി, ഇനി സ്വപ്നയോട് സംസാരിക്കുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ വേണം കേട്ടോ. സ്വപ്ന ഈ നാട്ടിലെ മാഫിയ റാണിയല്ലേ?